എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി അനുച്ഛേദം 32. അനുച്ഛേദം 32 മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. സൈലന്റ് വാലിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി. സൈലന്റ് വാലിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി. ഓപ്ഷൻ ഡി കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ബി ലൂക്കോപീനിയ. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. ലോക രക്തദാന ദിനം ആചരിക്കുന്നത് എന്ന്. ലോക രക്തദാന ദിനം ആചരിക്കുന്നത് എന്ന്. ഓപ്ഷൻ എ ജൂൺ 14. ജൂൺ 14 ലോക രക്തദാന ദിനം ആചരിക്കുന്നത്. ദേശീയ രക്തദാന ദിനം എന്നാണ്. ദേശീയ രക്തദാന ദിനം എന്നാണ്. ഓപ്ഷൻ എ ഒക്ടോബർ 1. ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനം. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി താഴെ തന്നിരിക്കുന്നതിൽ ഏത്? സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? ഓപ്ഷൻ ബി നുബ്ര. നുബ്ര നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. അരിഗ്നർ അണ്ണാ സുവോളജിക്കൽ ഗാർഡൻസ് ഏത് സംസ്ഥാനത്താണ്? അരിഗ്നർ അണ്ണാ സുവോളജിക്കൽ ഗാർഡൻസ് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് അരിഗ്നർ അണ്ണാ സുവോളജിക്കൽ ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത്. ഏത് സംസ്ഥാനത്തിലാണ് നൽ സരോവർ തടാകം? ഏത് സംസ്ഥാനത്തിലാണ് നൽ സരോവർ തടാകം? ഓപ്ഷൻ ബി ഗുജറാത്ത്. ഗുജറാത്തിലാണ് നൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത്. തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. ഓപ്ഷൻ ഡി അയഡിൻ. അയഡിനാണ് തൈറോക്സിൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ 8. 8ാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഫോസിൽ മത്സ്യം എന്നറിയപ്പെടുന്നത് ഏത്? ഫോസിൽ മത്സ്യം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സീലാകാന്ത്. സീലാകാന്താണ് ഫോസിൽ മത്സ്യം എന്നറിയപ്പെടുന്നത്. ലോകത്തെ എത്ര സമയമേഖലകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ലോകത്തെ എത്ര സമയമേഖലകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി 24. ലോകത്തെ 24 സമയമേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. താഴെ പറയുന്ന നൃത്തരൂപങ്ങളിൽ ഏതാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉദ്ഭവിച്ചത്? താഴെ പറയുന്ന നൃത്തരൂപങ്ങളിൽ നിന്ന് ഏതാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉദ്ഭവിച്ചതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ഭരതനാട്യം. ഭരതനാട്യമാണ് താഴെ തന്നിരിക്കുന്ന നൃത്തരൂപങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് ഉദ്ഭവിച്ചത്. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? ഓപ്ഷൻ ബി അയർലൻഡ്. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ അയർലൻഡുകാരനായിരുന്നു.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഓപ്ഷൻ സി ഹിമാദ്രി. ഹിമാദ്രിയാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? ഓപ്ഷൻ ബി ചർക്ക. ചർക്കയായിരുന്നു 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം. താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ ബി കലോറിമീറ്റർ. കലോറിമീറ്ററാണ് താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമേത്? ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ സി വടക്കുംനാഥ ക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രമാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. ഓപ്ഷൻ ബി ജീവകം സി. ജീവകം സി ആണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? ഓപ്ഷൻ എ വി പി മേനോൻ. വി പി മേനോൻ ആയിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി. എന്തിൻ്റെ രൂപഭേദമാണ് കൊളസ്ട്രോൾ? എന്തിൻ്റെ രൂപഭേദമാണ് കൊളസ്ട്രോൾ? ഓപ്ഷൻ ബി കൊഴുപ്പ്. കൊഴുപ്പിൻ്റെ രൂപഭേദമാണ് കൊളസ്ട്രോൾ. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഓപ്ഷൻ ബി ചാലനം. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലന പ്രക്രിയ വഴിയാണ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്ത്? 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ ബി നീതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരാണ് നീതി ആയോഗ്. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? ഓപ്ഷൻ ഡി സർബതി സൊണോറ. സർബതി സൊണോറ എന്ന ഗോതമ്പിനമാണ് MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഓപ്ഷൻ എ ലാഹോർ. ലാഹോറിലായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഉത്പാദന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനായി 2014 സെപ്റ്റംബർ 25 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഏത്? ഉത്പാദന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനായി 2014 സെപ്റ്റംബർ 25 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഏത്? ഓപ്ഷൻ ബി മേക്ക് ഇൻ ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയാണ് ഉത്പാദന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനായി 2014 സെപ്റ്റംബർ 25 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്?
ഓപ്ഷൻ സി 86-ാം ഭരണഘടനാ ഭേദഗതി. 86-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഓപ്ഷൻ ഡി ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിയമലംഘന സമരം ഏതായിരുന്നു? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിയമലംഘന സമരം ഏതായിരുന്നു? ഓപ്ഷൻ എ ചമ്പാരൻ സമരം. ചമ്പാരൻ സമരമായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിയമലംഘന സമരം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ സി കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് 2 ആണ് ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർവശിക്ഷാ അഭിയാന്റെ ലക്ഷ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർവശിക്ഷാ അഭിയാന്റെ ലക്ഷ്യം. ഓപ്ഷൻ ബി സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക. സർവശിക്ഷാ അഭിയാന്റെ ലക്ഷ്യം സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നതാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം. ഓപ്ഷൻ സി ഇരവികുളം. ഇരവികുളം ദേശീയ ഉദ്യാനമാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം. ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള അല്ലാത്തത്. ഓപ്ഷൻ ഡി ബാർലി. ബാർലിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള അല്ലാത്തത്. കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി. കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി. ഓപ്ഷൻ എ കബനി. കബനി നദിയാണ് കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി. സിക്കിൾ സെൽ അനീമിയ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിലാണ്? സിക്കിൾ സെൽ അനീമിയ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്. വയനാട് ജില്ലയിലാണ് സിക്കിൾ സെൽ അനീമിയ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഹീമോസയാനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഹീമോസയാനിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഓപ്ഷൻ എ കോപ്പർ. കോപ്പറാണ് ഹീമോസയാനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഓരോ പ്രാവശ്യവും ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരെന്ത്? ഓരോ പ്രാവശ്യവും ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്നാണ് ഓരോ പ്രാവശ്യവും ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേര്. ഏത് നദിക്ക് കുറുകെയാണ് ഹൗറ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഏത് നദിക്ക് കുറുകെയാണ് ഹൗറ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ഹൂഗ്ലി. ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഹൗറ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നതെന്ന്. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നതെന്ന്. ഓപ്ഷൻ എ ഡിസംബർ 2. ഡിസംബർ 2-നാണ് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗമേത്? കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം. ഓപ്ഷൻ ഡി സാർസ്. സാർസ് ആണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം. താഴെ പറയുന്നവയിൽ ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം. താഴെ പറയുന്നവയിൽ ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം. ഓപ്ഷൻ ബി 1923. 1923 തന്നിരിക്കുന്നവയിൽ ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആര്? ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആര്?
ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി കൊല്ലം. കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? ഓപ്ഷൻ സി കേന്ദ്ര ഗവൺമെൻറ്റിന്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ എ മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ അമരാവതി. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത് അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ്. ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.